ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ ഗൈസ്, അഭയ സിസ്റ്റയും നമ്മുടെ വത്സര സിസ്റ്റയും ആദരിക്കുന്ന ചടങ്ങാണ് നമ്മൾ കാണാൻ പോവുകയാണ്. കൊറോണയിലെ വൈദിക സന്യസ്തരും ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ആഘോഷത്തിൽ ഒരുമിച്ച് ചേർന്നത് അച്ഛൻ അവിടെയും പറയുകയുണ്ടായി. ഞാൻ വിളിച്ചു അച്ഛ, ഞാൻ പോയി കണ്ടു അച്ഛ. തീർച്ചയായിട്ടും അച്ഛൻ പോകുന്നത് കണ്ണൂർ മേഖലയിലേക്കാണ് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എങ്കിലും തീർച്ചയായിട്ടും അച്ഛനെ ഞങ്ങൾ സ്നേഹവും ഓർക്കുന്നു. ഞങ്ങൾ ഈ 2.5 വർഷക്കാലം ഏത് പരിപാടിക്കാണെങ്കിലും അച്ഛൻ നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഇന്നലെ സ്കൂൾ അച്ഛന്റെ എൻഡോമെന്റ് വിവിധങ്ങളായ ഫെറോനുകളിൽ കൊടുത്ത സമയത്ത് ഇടവകങ്ങളാണ്. കാരണം കാലഘട്ടത്തിന്റെ ആ എൻഡോമെന്റ് കാട്ടിനിൽ നിന്ന് ചികിരിക്കണ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒത്തിരി സന്തോഷം തോന്നി. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പല വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ഈ വ്യക്തിത്വങ്ങളെ ഇനി ആദരവിന്റെ സമയത്ത് ഒന്ന് ജൂബിലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ വാക്ക് ഓർമ്മയാണ്. ഓർമ്മ എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ സുപ്പീരിയറിന്റെ അടുക്കൽ ഈ ജൂബിലേറിയൻസ് മുട്ടുകുത്തി നിന്നുകൊണ്ട് അനുസരണം, കന്യകത്വം, അതുപോലെ ദാരിദ്ര്യം ഇത് വാഗ്ദാനം ചെയ്യുന്നു. അന്ന് വാഗ്ദാനം ചെയ്ത ഈ 3 വ്രതത്തെക്കുറിച്ചുള്ള ആഴമായ അനുസ്മരണമാണ് ജൂബിലി ആഘോഷത്തിൽ നടക്കേണ്ടത്. അന്ന് ഞാൻ അനുസരിച്ചതുകൊണ്ട്, അന്ന് ഞാൻ ബ്രഹ്മചര്യം കാത്തു സൂക്ഷിച്ചതുകൊണ്ട്, അന്ന് ഞാൻ ദാരിദ്ര്യവ്രതം എടുത്തതുകൊണ്ട് ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നു. ഐതിഹാസിക വിജയത്തിൽ പങ്കെടുത്ത വ്യക്തിത്വം. ഇതേ തുടർന്ന് വിജയ് മെഡൽ, സ്പെഷ്യൽ സർവീസ് മെഡൽ, ജമ്മു കാശ്മീർ സർവീസ് മെഡൽ എന്നിവ ലഭിക്കുകയുണ്ടായി. തുടർന്ന് മീററ്റ്, ഡൽഹി, ഡാർജിലിംഗ് എന്നിവിടങ്ങളിൽ മുൻ അതിർത്തി സംരക്ഷകനായി പ്രവർത്തിക്കുകയുണ്ടായി. വിദ്യാഭ്യാസ കാലത്ത് സ്പോർട്സിൽ വേഗതയുടെ പര്യായമായ അനിൽ ജോസഫ്. മഞ്ഞുമലകളിലെ സേവനം ശാരീരിക വിഷമത ഉണ്ടാക്കിയെങ്കിലും പതറാത്ത മനസ്സും കരുത്തുമായി നിൽക്കുകയാണ് ഈ ധീരജവാൻ. ഏറെ അഭിമാനത്തോടെ ഈ വേദിയിലേക്ക് അനിൽ ജോസഫിനെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നിശാന്ത് ടി. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിശാന്ത് മുന്നിലുണ്ട്. 2004 CR ഫിലിപ്പ് ടി. സൈമൺ 2-4 കാലഘട്ടങ്ങളിൽ ഇടവക പാരിഷ് സെക്രട്ടറിയായും സമുദായ പ്രവർത്തന രംഗത്ത് CDC കണ്ണൂർ താലൂക്ക് കൺവീനറായും പ്രവർത്തിച്ച ഫിലിപ്പ് ടി. സൈമൺ അവരുടെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആന്റണി ഓട്ടി. അകാരത്തിലും പ്രവർത്തനത്തിലും പോലീസിന്റെ കരുത്ത് പ്രകടിപ്പിച്ച പ്രിയപ്പെട്ട ആന്റണി പോലീസ് 1970 SI ആയി വിരമിച്ച ശേഷം 2010-15 കാലഘട്ടങ്ങളിൽ ഇടവകയുടെ ഫിനാൻസ് സെക്രട്ടറിയായി പ്രവർത്തനം കാഴ്ചവെച്ചു. ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ രജതം 2K25 ആദരവ് സ്വീകരിക്കുന്നതിന്റെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഷെറിൻ ദാസ്. യുവജനാണ്, യുവ പോലീസ് കൂടിയായ ഷെറിൻ ദാസ് 2007-2009 നിർമ്മല ITC നിന്ന് ഇലക്ട്രീഷ്യൻ കോഴ്സ് പാസ്സായി 2017 എഴുതുകയും 2019 സിവിൽ സർവീസ് ഓഫീസറായി നിയമനം. സമൂഹത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി മനോരമ നല്ല പാഠം ജില്ലയിലെ മികച്ച ടീച്ചർ കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം 3 തവണ ഏറ്റുവാങ്ങി. മാതൃഭൂമി സീഡ് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ ജില്ലയിലെ ബെസ്റ്റ് ടീച്ചർ കോർഡിനേറ്റർ പുരസ്കാരവും കരസ്ഥമാക്കി. പരിസ്ഥിതി സംരക്ഷണം, ജീവകാരുണ്യം, കാർഷിക മേഖല എന്നിവയിൽ കുട്ടികൾക്ക് അവബോധം പകർന്നു നൽകുന്ന ജോലി ചെയ്ത സ്കൂൾ വിവിധ വിദ്യാലയങ്ങളിൽ 20ഓളം അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബിജു തോമസ് മാഷെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളും.
കായിക രംഗത്തെ കരുത്തുമായി കണ്ണൂർ ജില്ലാ അത്ലറ്റിക് മീറ്റർ ട്രിപ്പിൾ ജിമ്പിൾ ഗോൾഡ് മെഡലും കണ്ണൂർ യൂണിവേഴ്സിറ്റി മീറ്റിൽ ബ്രോൺസ് മെഡൽ നേടി നമ്മുടെ അഭിമാന താരമായ ജിൽസൺ ഗോമസിനെ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജോയൽ ജോബിൻ കായിക രംഗത്തെ പുതിയ താരോദ്യമായി മാറിയ ITI കോളേജ് മെറ്റിൽ ദീർഘദൂര ഓട്ട മത്സരമായ 5000 മീറ്ററിലും 1500 മീറ്ററിലും ഒന്നാം സ്ഥാനം നേടിയ ജോയൽ ജോബിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മൂന്നാം സ്ഥാനവും സബ് ജില്ലാ ഹഡൽസിൽ മൂന്നാം സ്ഥാനവും നേടിയ സഞ്ജയിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി മതബോധന രംഗത്ത് ആദരിക്കപ്പെടുന്നവർ വിൻസെന്റ് ടിയൻ. മതബോധന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയും ഇപ്പോഴും മതബോധന രംഗത്ത് അധ്യാപകനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട വിൻസെന്റ് മാഷെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റോബർട്ട് തങ്കച്ചൻ മതബോധന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുകയും ഈ കാലയളവിൽ 12 വർഷത്തോളം പ്രധാന അധ്യാപകനായി പ്രവർത്തിക്കുകയും ഇപ്പോഴും ഊർജ്ജസ്വലതയോടുകൂടി മതബോധനത്തിന്റെ സജീവ സാന്നിധ്യമായി മാറിയ റോബർട്ട് തങ്കച്ചനെ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് സഹർഷം സ്വാഗതം. വിൽസൺ ബാബു അനുഭവ പരിചയവും രൂപത കോർ ടീം അംഗമായി പ്രവർത്തിക്കുന്ന വിൽസൺ ബാബുവിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മോളി ടീച്ചർ 1988-81 വർഷ കാലയളവിൽ പഴയങ്ങാടി തിരുഹൃദയ ദേവാലയത്തിൽ നിന്നും മതബോധന അംഗത്തെ 41 വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട കപ്പ്യാരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാത്യു CJ POC ബൈബിൾ പഠനം പൂർത്തിയാക്കിയ നമ്മുടെ ഇടവകയിലെ ഏക വ്യക്തിയാണ്. മാത്യു ചേട്ടനെ ഈ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. രജതം 2025 വേദിയും സദസ്സും ഇനി സാക്ഷ്യം വഹിക്കുക. വിദ്യാഭ്യാസ രംഗത്ത് പരമ്പരാഗത തൊഴിൽ മേഖലയിൽ നിന്ന് വിടുതൽ നേടി പുരോഗമന സമൂഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ യുവതയെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. വരും തലമുറകൾക്ക് പ്രചോദനവും അനുകരണീയവുമാണ് അവർ. രജതം 2025 ധന്യരാക്കുന്ന യുവതയെ പരിചയപ്പെടുത്തുകയാണ്. പ്രൊഡക്ഷൻ കമ്പനി ഓഫ് കപ്പാസിറ്ററായി ജോലി ചെയ്യുകയും ഇപ്പോൾ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എയറോ ബ്രിഡ്ജ് ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയും ചെയ്യുന്ന ജോബിൻ വർഗീസിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോലി ചെയ്യുകയും ചെയ്യുന്ന എബിൻ ദാസിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിനിഷ വിൻസെന്റ് +2 വിദ്യാഭ്യാസത്തിന് ശേഷം പൈത്തോൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കോഴ്സ് പൂർത്തിയാക്കുകയും ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യൽ വർക്കിൽ MPhil നേടുകയും അതേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ PhDക്ക് വേണ്ടി പഠനം തുടരുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട റിൻസി വിൻസെന്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രജിന ശരത് BSc നഴ്സിംഗിലൂടെ ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന പ്രജിന ശരത് കുടുംബാംഗങ്ങൾ കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഷിത ആൽബർട്ട് ഡിപ്ലോമ ഇൻ MLT കോഴ്സ്. റീമാക്കെ BSc നഴ്സിംഗ് പഠനത്തിന് ശേഷം ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മലപ്പുറത്ത് ജോലി ചെയ്യുന്ന റീമയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. സെന്ററിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സനൽ മാർട്ടിൻ
സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഷിഫ ആൽഫ ഇൻഫർമേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി BCG ഗ്രാജുവേറ്റ് ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഷിജിൽ കെ BCom CA ഗ്രാജുവേറ്റ് ബാഡ് ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിയിൽ അക്കൗണ്ടന്റായി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആതിര ഷിജു PSC നിയമനം വഴി കാസർഗോഡ് ഡിസ്ട്രിക്ട് LP സ്കൂൾ ടീച്ചറായി ജോലി ചെയ്യുന്ന ആതിര ഷിജുവിനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എബിൻ സേവ്യർ ബാച്ചിലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ കോഴ്സ് പൂർത്തിയാക്കുകയും ഇപ്പോൾ ഗൾഫിൽ മോഡൽ സ്കൂൾ ദുബായ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായി വർക്ക് ചെയ്യുകയും ചെയ്യുന്ന എബിൻ സേവ്യറിന്റെ അഭാവത്തിൽ അമ്മയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിപിന ബാബു അഭാവത്തിൽ ഫെമിന ബാബുവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബിൻസി ലിജു മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നമ്മുടെ രൂപത വിദ്യാലയ സെന്റ് മേരീസ് LP സ്കൂൾ പുന്നച്ചേരിയിലെ നഴ്സറി അധ്യാപികയായി വർക്ക് ചെയ്യുന്നു. ബിൻസിയെ ഏറെ സ്നേഹപൂർവ്വം ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ലിജിനയുടെ അഭാവത്തിൽ രതീഷിനെ സ്നേഹപൂർവ്വം ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. വിധുനെ ഞാൻ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഥുൻ ജോസഫ് PG അക്കൗണ്ടിംഗ് കോഴ്സ് പൂർത്തിയാക്കി ഇപ്പോൾ ജീവധാര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂറോ ഡെവലപ്മെന്റ് റിസർച്ച് ഹോസ്പിറ്റലിൽ എറണാകുളം അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്ന വിതിൻ ജോസഫിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിതിൻ ജോസഫിന്റെ അഭാവത്തിൽ വിലാസിനിയെ ഞാൻ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സനീഷ് കൂടിയായ ബിപിൻ ദാസിനെ ഞാൻ ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഫെജിന ഈ വേദിയിലേക്ക് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നിജില ജോയ് ജനറൽ നഴ്സിംഗ് പൂർത്തിയാക്കുകയും ഇപ്പോൾ കണ്ണൂർ ആഫ്റ്റർ മിനിസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്ന നിജില ജോയിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിജില ബാംഗ്ലൂരിൽ എക്സാം എഴുതിയത് കൊണ്ട് ഈ ആദരവ് അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. അലൻ റോട്ട്നി ഫിലിം മീഡിയ കോഴ്സ് പൂർത്തിയാക്കുകയും ഇപ്പോൾ ഫിലിം ഫീൽഡിൽ വളരെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന അലൻ റോട്ടണിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അലന്റെ അഭാവനത്തിൽ മാതാവ് റോസേച്ചിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരേ സമയം പുരോഹിതനും ഞങ്ങൾക്ക് പിതാവായും സഹോദരനായും ഒപ്പം നല്ല കർഷകനായും നാം അച്ഛനെ കാണുന്നു. തന്റെ കഠിനാധ്വാന പ്രയത്നത്തിലൂടെ 7 പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മെ ഏറെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നമ്മുടെ സ്വന്തം മക്യാച്ചനെ ഇടവകയുടെ മക്കളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹസമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും അത് നൽകുന്നതിന് വേണ്ടി പിതാവിനെയും ക്ഷണിക്കുന്നു. നമ്മുടെ ഇടവകയുടെ കൊച്ചു സ്നേഹ സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ഫെറോന വികാരിയെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി പിതാവിനെയും ക്ഷണിക്കുന്നു. അംഗീകരിക്കപ്പെടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ആയിരിക്കുക എന്നത്
ഏറ്റവും അഭിമാനകരവും സന്തോഷകരവുമാണ്. അംഗീകാരത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ മറുപടി ഭാഷണത്തിനായി ഏറ്റവും സ്നേഹത്തോടെ സിസ്റ്റർ വത്സയെ സ്വാഗതം ചെയ്യുന്നു. ഈശോയിൽ അത്രയും സ്നേഹം ബഹുമാനപ്പെട്ട പിതാവേ, സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള ദൈവജനമേ, ഒത്തിരി സന്തോഷത്തോടും അതിരുപരി സ്നേഹത്തോടും ആദരവോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് പറഞ്ഞ ഈശോയുടെ വാക്കുകളാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മരണത്തിന്റെ എല്ലാ ചടങ്ങുകളും തുടങ്ങി ബോഡി കേരളത്തിൽ കൊണ്ടുവരണോ അവിടെ അടക്കണോ എന്നൊക്കെ തീരുമാനമൊക്കെ ആയ സ്ഥിതിക്ക് ദൈവം സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് തൊട്ട് നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. അതിനാദ്യമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. രണ്ടാമതായിട്ട് ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് അച്ഛൻ പറയുന്നതാണ് കോൺവെന്റിന്റെ ജൂബിലിയാണ്. പക്ഷെ ഞാൻ കേട്ട ഭാവം നടിച്ചില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. എന്നാലും പിന്നെ അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞാണ് എന്റെ ജൂബിലിയുടെ കാര്യം വന്നത്. എന്റെ ജൂബിലിയുടെ കാര്യം വന്നപ്പം അച്ഛൻ രണ്ടും കൂടെ എടുത്തിട്ടു. എന്നിട്ടും ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം ഒരു ജൂബിലി എന്ന് പറയുന്നത് കോൺവെന്റ് വെച്ച് ആഘോഷിക്കണമെങ്കിൽ ഒത്തിരി വർക്കുകളൊക്കെ ഉണ്ട്. കാരണം എനിക്കിപ്പം നിങ്ങൾക്കറിയാം സുഖമില്ല. ഈ ടെൻഷനൊക്കെ ഒന്ന് എടുക്കാൻ മേല. ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ എന്റെ BP കൂടി പോവും. പിന്നെ അത് അല്ലാത്ത ഒരു സ്ഥിതിയിലാകും. അതുകൊണ്ടാണ് ഞാനത് കുറച്ച് നാളത്ത് കഴിഞ്ഞ് അത് ആഘോഷിക്കാന്നൊക്കെ വെച്ചിരുന്നതാണ്. അതിന്റെ ഇടയ്ക്കാണ് അച്ഛൻ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിന് തുടക്കം കുറിച്ചത്. സ്നേഹബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനു വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി. എനിക്കറിയാം, രാവുകയില്ലാതെ അച്ഛൻ അധ്വാനിച്ച് ഇതിനു വേണ്ടി മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി, ഓരോ കമ്മിറ്റികൾ രൂപീകരിച്ചു, എല്ലാം ചെയ്തു. ഇതിനെല്ലാം അച്ഛന് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഇന്നലെ മുഴുവൻ ഞാൻ കണ്ടു ഇവിടെ ഓടി നടന്ന്, അതുപോലെ ഇന്ന് രാവിലെ ഇതിലെല്ലാം ഓടി നടന്ന് കാര്യങ്ങളെല്ലാം എല്ലാവരും ഏൽപ്പിച്ചവരെല്ലാം അവിടെ പോയി കണ്ട് അച്ഛൻ ചെയ്തു കൊടുക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. സ്നേഹമുള്ള അച്ഛ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഓരോ കമ്മിറ്റിക്കാര് അവരവരുടെ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി ഏറ്റെടുത്ത് നടത്തിയെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ സ്വന്തമാണ്, നിങ്ങൾ എന്റെ സ്വന്തമാണ്. അങ്ങനെ സ്വന്തമായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ച് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും സ്നേഹത്തിന്റെ ഭാഷയിൽ ഈ ജൂബിലി സെലിബ്രേഷന് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ ഈ തിരക്കുള്ള ഈ സമയത്ത് ഇവിടെ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട പിതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ ഭഗവാന വികാരി അച്ഛനും പ്രത്യേകം നന്ദി. ഇത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എല്ലാ അച്ഛന്മാർക്കും സിസ്റ്റേഴ്സും അതുപോലെ എൻ്റെ ഇടവക മക്കൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുന്നു. ഇത്രയും നടത്തിയ ദൈവം ഇനിയും മുന്നോട്ട് നടത്താനുള്ള കൃപയും അനുഗ്രഹവും ആശീർവാദവും പരിശുദ്ധാത്മാവിന്റെ കൃപയെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ സന്യാസ ജീവിതം മുന്നോട്ട് പോകുകയുള്ളൂ. അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി തന്നെ സന്യസ്ത സമർപ്പണത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ സിസ്റ്റർ വത്സ, സിസ്റ്റർ അഭ്യ എന്നിവർക്ക് ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും അറിയിക്കുന്നു. ഇനി വരുന്ന വർഷവും തിരുസഭയെ സ്നേഹത്തോടെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള ആരോഗ്യം അവർക്ക് നൽകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവരെ ആദരിക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഓർക്കാനും തിരഞ്ഞെടുക്കാനും ആദരിക്കാനുള്ള നല്ല മനസ്സ് കാണിച്ച രജത ജൂബിലിയുടെ എല്ലാ അംഗങ്ങളെയും സ്നേഹത്തോടെ ഓർക്കുന്നു. ഇവിടെ എല്ലാവരുടെ പേരിലും ഇവർക്ക് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.